രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും വന്ദനം. ഇന്നത്തെ നമ്മുടെ ചിന്ത, വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. സങ്കീർത്തനം 2:12. നാം ഒരു വലിയ യാത്രയിലാണ്. ജനനം മുതൽ മരണം വരെയാണ് ഈ യാത്ര. ഈ യാത്രയിൽ പലപ്പോഴും നാം തകർന്നു പോകുവാൻ സാധ്യതകളുണ്ട്. എന്നാൽ സർവശക്തിയുള്ള ദൈവം നമ്മെ കരത്തിൽ പിടിച്ച് നടത്തുന്ന ദൈവമാണ്. 2-ാം സങ്കീർത്തനം ഭൂമിയിലെ 2 കൂട്ടം ബുദ്ധിയുള്ള ആളുകളെ കുറിച്ച് പറയുകയാണ്. അവയിൽ ഒരു കൂട്ടർ രാജാക്കന്മാരും രണ്ടാമത്തെ കൂട്ടർ ന്യായാധിപന്മാരുമാണ്. ഈ രാജാക്കന്മാർ ഏറ്റവും ബുദ്ധിയുള്ളവരും ന്യായാധിപന്മാർ മറ്റുള്ളവർക്ക് ആലോചന പറഞ്ഞു കൊടുക്കുന്നവരുമാണ്. എന്നാൽ ഈ 2 കൂട്ടരോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്, ആകയാൽ രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പീൻ, ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവീൻ. എന്താണ് അവർ കൈക്കൊള്ളേണ്ടിയ ഉപദേശവും ബുദ്ധിയും? ഭയത്തോടെ യഹോവയെ സേവിപ്പീൻ, വിറയലോടെ ഘോഷിച്ച് ഉല്ലസിപ്പീൻ. ദൈവത്തെ സേവിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ വിടുതലിന് കാരണമാകുന്നത്. ഭയത്തോടെ യഹോവയെ സേവിപ്പാനും വിറയലോടെ ഉല്ലസിച്ച് ദൈവം മുമ്പാകെ ഘോഷിക്കുവാനും ആര് തയ്യാറാകുന്നുവോ അവർക്കൊക്കെ ദൈവം ഉന്നതിയും വിടുതലും നൽകിക്കൊടുക്കുന്നു. ശലോമോൻ അത്തരത്തിൽ ദൈവത്തെ ആരാധിച്ച സമയങ്ങളിൽ അവൻ ഉന്നതിയും നന്മയും ഉണ്ടായി. പുതിയ നിയമത്തിൻ്റെ സുവർണവാക്യം ഇപ്രകാരം വിളിച്ചു പറഞ്ഞു: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകുകയില്ല, മറിച്ച് അവൻ നിത്യജീവൻ പ്രാപിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിച്ച ഒരു വ്യക്തി ഈ ലോകത്തിലെ നന്മകൾക്ക് വേണ്ടിയല്ല ക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കുന്നത്, മറിച്ച് അവന് ഇമ്പങ്ങളുടെ പറുദീസയിൽ മരണത്തിന് ശേഷവും ഒരു നിത്യത ഉറപ്പിക്കുവാനാണ് അവൻ ക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ നന്മയുടെ അവകാശമായി ക്രിസ്തു ഒരുവൻ്റെ ഹൃദയത്തിൽ വരുമ്പോൾ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും അവൻ നിറയപ്പെടുകയും മാത്രമല്ല, പുത്രനോടുകൂടെ സ്വർഗത്തിലെ നന്മകൾ അവന് നിത്യതയിൽ ലഭിക്കുകയും ചെയ്യുന്നു എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. ആകയാൽ ജീവിതത്തിൻ്റെ നാശങ്ങളെ നോക്കി മനുഷ്യൻ നെടുവീർപ്പിടാതെ നിത്യജീവൻ തരുന്ന, ജീവിതത്തിന് ആനന്ദമേകുന്ന രക്ഷാ പദ്ധതി ഒരുക്കിയ കാൽവറിയിലെ മുറിവുകളിലൂടെ, നമ്മുടെ മുറിവുകളെ കെട്ടിയ കാൽവറിയിലെ അടിപ്പിണരുകളിലൂടെ നമ്മുടെ രോഗത്തെ സൗഖ്യമാക്കിയ, നമുക്ക് രക്ഷ വരുത്തുവാൻ വേണ്ടി നമ്മുടെ പാപങ്ങളെയും ഭാരങ്ങളെയും ചുമന്ന ഒരു നല്ല ക്രിസ്തു നമ്മോടൊപ്പമുണ്ട്. അവനെ ചുംബിക്കുവാൻ നമ്മുടെ ജീവിതയാത്രയിൽ നാം സമയം വേർതിരിച്ചാൽ, ആ ക്രിസ്തുവിനെ ആരാധിക്കുവാൻ നാം ദൈവസന്നിധിയിൽ ചിലവഴിച്ചാൽ ദൈവം നമുക്ക് നന്മ വരുത്തും. പുത്രനെ നമുക്ക് ചുംബിക്കാം. ഗോഡ് ബ്ലെസ് യു ഓൾ.